ഹായ് everyone, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന സുഗിയൻ അല്ലെങ്കിൽ മോദകം എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനതിനായിട്ട് 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഈ ഒരു ചെറുപയർ നികക്കെയാണ് വെള്ളം വേണ്ടത്. അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ചെറുപയറിന് മുകളിലായിട്ട് ഒരു ഇച്ചിരിയും കൂടെ വെള്ളം നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 3 വിസിൽ വരുമ്പോൾ ഞാനിത് ഓഫ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചെറുപയറിൻ്റെ അതേ അളവിലാണ് നികക്കെയാണ് വെള്ളം ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന വിധത്തിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ കാരണം ഞാനിത് മെൽറ്റ് ചെയ്യാണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറുപയറിൻ്റെ ചൂടോടുകൂടി തന്നെ അതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് അതൊന്നിങ്ങനെ അങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട് ആ ഒരു ശർക്കര എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ആ ഒരു ശർക്കര ആ ഒരു ചെറുപയറിലേക്ക് നല്ലതായിട്ട് പിടിക്കുന്ന പരുവത്തിൽ നമുക്കിത് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഡ്രൈ ആകുമ്പോൾ നല്ലതായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം അപ്പോൾ അത് ചൂടാറുന്ന സമയത്ത് നമുക്കിതുപോലെ ബോൾ പിടിക്കാൻ പറ്റുന്നൊരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു പിടി എടുത്തിട്ട് ഇതുപോലെ ബോളാക്കി റെഡിയാക്കി എടുക്കാം. ഈ ഒരു അളവിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള 8 ബോൾസാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ നമുക്ക് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബോളും ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് ഈ ഒരു ചെറുപയർ ബോളിനെ കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. കാരണം നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അത് അതിൽ കിടന്നിട്ട് ഒരുപാട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവൻ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന സുഗിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.